നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ വാക്ക്, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് വിദേശത്ത് വിവാഹം നടത്തുന്നത് ഉപേക്ഷിച്ച് താരദമ്പതികൾ. നടി രാകുൽ പ്രീത് സിംഗും നടനും നിർമ്മാതാവുമായ ജാക്കി ഫഗ്നാനിയുമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് വിദേശത്ത് വിവാഹം നടത്താനുള്ള പദ്ധതി ഇവർ ഉപേക്ഷിച്ചിരിക്കുന്നത്. 6 മാസമായി ഇരുവരും വിവാഹ ചടങ്ങുകൾ വിദേശത്ത് നടത്താനുള്ള ആഗ്രഹത്തോടെ ആയിരുന്നു ഇരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ വാക്ക്, സ്വാധീനവും സമ്പത്തുമുള്ളവരുടെ കുടുംബങ്ങൾ ജീവിതത്തിലെ വലിയ നിമിഷങ്ങൾ ആഘോഷമാക്കാൻ വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കരുതെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം, അതനുസരിച്ചാണ് ഇപ്പോൾ ഇവർ ഈ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ആ ഒരൊറ്റ നിർദ്ദേശമാണ് മാറി ചിന്തിക്കാൻ കാരണമായതെന്ന് രാകുൽ പ്രീത് പറഞ്ഞു. ഇതോടെ ഗോവയിൽ വിവാഹ ചടങ്ങുകൾ നടത്താനുള്ള നീക്കമാണ് ഇനി ഈ ദമ്പതികൾ നടത്തുന്നത്. ഫെബ്രുവരി 22-നാണ് ചടങ്ങുകൾ നടക്കുന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാകും ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കായി മുംബൈയിൽ റിസപ്ഷൻ നടത്തും. കോടികൾ മുടക്കി സംഘടിപ്പിക്കുന്ന വിവാഹ ചടങ്ങുകളും ഇന്ത്യയിൽ തന്നെ നടത്താനുള്ള രീതിയിലേക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പലരും ഇതുപോലെ മാറി ചിന്തിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കനുസരിച്ച് മാറി ചിന്തിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനൊരു ഉദാഹരണമായി ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. ദമ്പതികൾ വിദേശ രാജ്യങ്ങളിൽ പോയി വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ വർദ്ധിക്കുകയാണെന്നും അത് ഒഴിവാക്കണമെന്നുമായിരുന്നു പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞത്. അത്തരം ആഘോഷങ്ങൾ ഇന്ത്യയിൽ നടത്തിയാൽ പണം വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നത് ഇല്ലാതാക്കാമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മാത്രമല്ല, വിവാഹത്തിനായി ഷോപ്പിംഗ് നടത്തുമ്പോൾ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കണമെന്ന ഒരു നിർദ്ദേശവും പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നാടെങ്ങും വിവാഹ സീസണാണിപ്പോൾ. ഈ വിവാഹ സീസണിൽ ഏതാണ്ട് 5 ലക്ഷം കോടിയുടെ ബിസിനസ് നടക്കുമെന്നാണ് ചില വ്യാപാര സംഘടനകളുടെ കണക്കുകൂട്ടൽ. വിവാഹത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കുറെ കാലമായി വിവാഹമെന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ എന്നെ അലട്ടുകയാണ്. അതെന്റെ കുടുംബാംഗങ്ങളോട് പങ്കുവച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് ഞാൻ പറയുക? വിദേശ രാജ്യങ്ങളിൽ പോയി വിവാഹം കഴിക്കുന്ന സമ്പ്രദായം കൂടി വരികയാണ് നമ്മുടെ രാജ്യത്ത്. ഇത് അനിവാര്യമായ സംഗതി ആണോ എന്നായിരുന്നു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ചോദ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹ ചടങ്ങുകൾ നടത്താൻ ഇന്ത്യയിൽ സൗകര്യമില്ലായിരിക്കാം. ശ്രമിച്ചാൽ അതിന് കഴിയുന്നതേയുള്ളൂ. വലിയ കുടുംബങ്ങളായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും മോദി ചൂണ്ടിക്കാട്ടി. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ചുമതല ജനം ഏറ്റെടുക്കുമ്പോൾ ലോകത്തെ ഒരു ശക്തിയും ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടയാനാകില്ലെന്നും പ്രധാനമന്ത്രി അന്ന് പറയുകയുണ്ടായി. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. കഴിഞ്ഞ മാസത്തെ മൻ കി ബാത്തിൽ താൻ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആളുകൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാണോ എന്ന് പരിശോധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ദീപാവലി പോലുള്ള ആഘോഷ സീസണിൽ ഇക്കുറി ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമന്ത്രി ആ മൻ കി ബാത്തിലൂടെ അറിയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഈ വലിയ കുടുംബങ്ങൾക്ക് സാധാരണ രീതിയിൽ വിവാഹമൊക്കെ നടത്താൻ വേണ്ടി, ആഘോഷമായി നടത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. ആ ഒരു പ്രവണത അത് വേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. എന്തായാലും അതനുസരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർ. അതിനേറ്റവും ഉദാഹരണമായി ഈ താരദമ്പതികളുടെ വിവാഹം മാറിയിരിക്കുകയാണ്. അവർ വിദേശത്ത് നടത്താൻ വെച്ചിരുന്ന വിവാഹം, അത്തരത്തിലൊരു പദ്ധതി ഇട്ടിരുന്ന വിവാഹം ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ വാക്ക് കാരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.